ഹലോ എല്ലാവർക്കും സുഖമല്ലേ? സ്കിൽഫ്ലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ഏത് കോഴ്സ് എടുക്കാൻ പോകുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫസ്റ്റ് ഒന്ന് പറയുന്ന കാര്യം, നമ്മൾ എത്ര മാസത്തെ കോഴ്സ് ചൂസ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 4 മന്തിൻ്റെ കോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ആ 4 മന്തിൻ്റെ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. പോയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കാര്യങ്ങൾ ലൈവായിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിനുമായിട്ട് ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെയുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ. അതെല്ലാം നല്ലത് മറ്റുള്ള കൗൺസിലേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൺവേർട്ട് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ പോയി വീഴരുത്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുക, അവർ പഠിപ്പിച്ചിട്ടുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റിയൽ പ്രൂഫ് നിങ്ങൾ ചോദിച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാക്സിമം 4 മന്തിലേക്ക് നിങ്ങൾ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലായിട്ട് മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് മാത്രം പഠിപ്പിക്കാനല്ലേ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് തൊട്ടേ ഒരു ഷോപ്പിഫൈയിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും അത് A to Z നമുക്ക് നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യം വരരുത്. എല്ലാതും നമ്മൾ ലാപ്പ് ത്രൂ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ നമ്മൾ എന്തിനും പഠിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടു ക്ലയൻസിന് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്ത് പഠിക്കാൻ. കാരണം നമുക്ക് വേറെ ഒരു ഡൗട്ടും കാര്യങ്ങളില്ല, കാരണം നമ്മൾ ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുക. മാക്സിമം പോയി കഴിഞ്ഞാൽ 4 മന്തിൻ്റെ കോഴ്സ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യും. നിങ്ങൾ HR ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ HR നിങ്ങൾക്ക് അവിടെ ഡിപ്പെൻഡാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നമുക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ സ്കില്ലാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ഒരു ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫൗണ്ടർ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. രണ്ടാമതായി നിങ്ങൾ HR കോഴ്സാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ മാക്സിമം 6 മന്തിലേക്കുള്ള HR കോഴ്സ് ഉണ്ട്. 6 മന്തിലേക്കുള്ള HR കോഴ്സ് എന്തിന് ചൂസ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളത്, സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് HR ഏറ്റവും കൂടുതൽ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻറ്റും അതേപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ലും ഇതൊക്കെ എത്രത്തോളം ഉണ്ട്, ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു നോളജ് ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം പോയി കഴിഞ്ഞാൽ 6 മന്തിൻ്റെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ 3 മാസം പ്രാക്ടിക്കലും 3 മാസം ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് തിയറിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ HR മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കുകയാണെങ്കിലും മുന്നേ പഠിച്ചിട്ടുള്ള അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ ആൾക്കാർക്ക് ലൈവായിട്ട് നമ്പർ ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം. അത് ചോദിക്കേണ്ട സമയത്ത് നിങ്ങൾ ഒന്ന് ചോദിക്കണം, അതായത് നിങ്ങളവിടെ പഠിച്ച സ്റ്റുഡൻ്റ് ആണല്ലോ, ഞാൻ എൻ്റെ എത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ പഠിക്കുന്നത്, ഇതിന് വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ സ്റ്റുഡൻസിനോട് ലൈവായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഒരു അക്കാദമി നോക്കുക. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ HR ആണെങ്കിൽ 6 മന്തും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ 4 മന്തിൻ്റെ കോഴ്സ് നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ അടിപൊളിയാക്കുക. ഏതൊരു കോഴ്സ് ആണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക മാക്സിമം, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇനിയും വേണം, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡൗട്ടും കാര്യം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാനുള്ളത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.